ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിൻ്റെ എപ്പിസോഡ് 8 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഹൈപ്പും ലൈക്കും ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 8. കൈഡി റിന്നിൻ്റെ അടുത്ത് ഈ മീൻ മുഴുവൻ യൂയ വെറും കൈ മാത്രം യൂസ് ചെയ്താണ് പിടിച്ചേ എന്ന് പറയുമ്പോൾ റിന്നും നിൻ്റെ അടുത്ത് ഒരുപാട് സ്കിൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അക്കീരേനെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അത് കണ്ടിട്ട് റിന്നും നീ ഇപ്പോഴും ജീവനോടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അക്കീരയാണെങ്കിൽ യൂയ, ഈ റിന്നിനൊട്ടും മനസാക്ഷിയില്ല. കൂണുകളും മറ്റു വെജിറ്റബിൾസും കളക്ട് ചെയ്യുന്നതിന് വേണ്ടി കരടി ഇറങ്ങുന്ന ഒരു ഡേഞ്ചറസ് ആയ സ്ഥലത്തേക്കാണ് അവൾ എന്നെ പറഞ്ഞയച്ചത്. കൂടാതെ അവ കഴിക്കാൻ വേണ്ടിയും എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയും നെർവസ് ആയിട്ട് ടീച്ചർ പോയിസണുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് അക്കീരേൻ്റെ ബോഡി സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അവന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ശരി, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അക്കീരയും യൂയ, നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ കളക്ട് ചെയ്ത സാധനങ്ങൾ നമ്മുടെ ഹീറോനെയും കൈഡീനെയും കാണിക്കുന്ന സമയത്ത് ഹീറോയും അവൻ്റെ സ്കില്ല് യൂസ് ചെയ്ത് അതിലെ പോയിസണുള്ള ഫുഡ് ഐറ്റംസ് മാത്രം മാറ്റുന്നുണ്ടാവും. എന്നിട്ട് ആരാ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ 3 പേരും വായും പൊളന്ന് നിൽക്കുന്ന സമയത്ത് ഹീറോയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇത് ടീച്ചറിനെ കാണിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് കയോരീനെ കാണുന്നുണ്ടാവും. നിന്റെ ടീമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഞാൻ അവരെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് കയോരീൻ്റെ ടീം മെമ്പേഴ്സ് അവളെ വിളിക്കുന്നുണ്ടാവും. അത് കാരണം നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അക്കീര ഹീറോൻ്റെ അടുത്ത്, റിയോയും ഷിങ്കോയും പറഞ്ഞ പോലെ നീയും കയോരിയും വളരെ ക്ലോസ് ആണല്ലോ, നിന്നെ കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നുന്നു. പ്രിൻസസ് കയോരിയുമായി എനിക്കും ക്ലോസ് ആവണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയും പ്രിൻസസോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് റിന്നാണെങ്കിൽ അവൾ ചെയർമാൻ്റെ മകളായിട്ട് കൂടി ഒരു ജാടയില്ലാതെയാണ് മറ്റു സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്യുന്നത്. ആ നല്ല ക്യാരക്ടർ കാരണമാണ് ആളുകൾ അവളെ ഒരു പ്രിൻസസിനെ പോലെ കാണുന്നത് എന്ന് പറയുമ്പോൾ ഹീറോയും നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ടാവും. ടീച്ചർ ഹീറോൻ്റെ അടുത്ത്, ഇതുവരെ വന്ന ടീമുകളിൽ നിങ്ങൾ മാത്രമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സാലറി ബോണസ് കിട്ടും എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ആരാ കുക്ക് ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഹീറോൻ്റെ നേരെ കൈ ചൂണ്ടുന്ന സമയത്ത് ടീച്ചറും യൂയ എൻ്റെ ബോണസിനെ കുറിച്ച് മറക്കണ്ട എന്ന് പറയുമ്പോൾ ഹീറോയും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ഹീറോ കുക്ക് ചെയ്ത ശേഷം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഭക്ഷണം റെഡിയാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സും അത് കഴിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഡ്രിങ്ക് ചെയ്ത എഫക്റ്റിൽ മിസ് അവിടെ അങ്ങോട്ട് വന്നിട്ട് ഞാനും ഒരു പീസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വായിലേക്ക് വെക്കുന്ന സമയത്ത് ഹീറോയും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇത് വളരെ ഡിലീഷ്യസ് ആണ് എന്ന് പറയുന്നുണ്ടാവും. ടീച്ചറാണെങ്കിൽ ഇത് OC അക്കാഡമിയിലെ ടോപ്പ് റൈറ്റഡ് ഷെഫുമാർ വെക്കുന്ന ഫുഡിനേക്കാൾ വളരെ ടേസ്റ്റിയാണ് എന്ന് പറയുമ്പോൾ ഹീറോ അവൻ്റെ മനസ്സിൽ, ഇത്രയും നാള് ഞാൻ കുക്ക് ചെയ്ത ഫുഡ് ഞാൻ മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ളവരെൻ്റെ ഫുഡിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ടീച്ചർ ആ ഫുഡ് കഴിച്ച ശേഷം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ഡയറക്റ്റായി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഷോക്കാവുന്നുണ്ടാവും. ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലം മുതൽ എനിക്കിഷ്ടമുള്ളത് മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്ലോത്ത് വാഷ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ മടിയായിരുന്നു. എന്തിന്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഞാൻ ഒരാളെ പ്രണയിച്ചിട്ട് കൂടിയില്ല. ഈ സ്റ്റഡി ട്രിപ്പിന് വന്നത് തന്നെ എൻ്റെ ബോണസ് പ്രതീക്ഷിച്ചാണ്. പക്ഷേ നിന്നെപ്പോലത്തെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല. അതുകൊണ്ട് യൂയ, നീ എന്നെ കല്യാണം കഴിക്കോ എന്ന് ചോദിക്കുമ്പോൾ
എല്ലാവരും ടെൻഷനായിട്ട് നിങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഭാവി വെറുതെ നശിപ്പിക്കരുത് എന്ന് വാൺ ചെയ്യുമ്പോൾ മിസ് സാവടയും കരയുന്നുണ്ടാവും. ഹീറോയും സമാധാനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ടീച്ചർ എന്ന നിലയിൽ ഇൻക്രെഡിബിൾ ആണ് എന്ന് പറയുമ്പോൾ മിസ് സാവടയും ഹാപ്പി ആയിട്ട് അവനെ ഹഗ് ചെയ്യുന്ന സമയത്ത് കൈഡിയാണെങ്കിൽ ഹീറോനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് അക്കീരയാണെങ്കിൽ എനിക്ക് യുഎനെ കുറിച്ച് ആലോചിച്ചിട്ട് അസൂയ തോന്നുന്നു എന്ന് പറയുമ്പോൾ ടീച്ചറും അവനെ വിടുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോ അവൻ്റെ ടെലിപ്പോർട്ടേഷൻ മാജിക് യൂസ് ചെയ്ത് നൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അവന് ഡിന്നർ ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നൈറ്റും അത് ആസ്വദിച്ച് കഴിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നീയും കൈഡിയെല്ലാം എൻ്റെ ഫുഡിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തരുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് നൈറ്റിൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടാവും. ഹീറോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ബോയ്സും അവനെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അത് കണ്ടിട്ട് ഹീറോയും എന്തുകൊണ്ടാ എല്ലാവരും എന്നെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അക്കീരയാണെങ്കിൽ അത് നിന്റെ ജിം ബോഡി കണ്ടിട്ടാണ്, നീ കാരണം ഞങ്ങൾക്കൊന്നും ഗേൾ ഫ്രണ്ട്സിന് കിട്ടൂലെന്നാ തോന്നുന്നേ എന്ന് പറയുന്നുണ്ടാവും. ഇവിടെ ഗേൾസിൻ്റെ ഡ്രസ്സിങ് റൂമിലാണെങ്കിൽ കൈഡി കയോരീൻ്റെ അടുത്ത് ഇന്നലെ മിസ് സാവട യുഎനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കയോരിയും അത് കേട്ടിട്ട് നീ തമാശ പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ യുഎൻ്റെ കുക്കിംഗ് കാരണമാണ് മിസ് സാവട അവനെ പ്രപ്പോസ് ചെയ്തേ എന്ന് പറയുന്ന സമയത്ത് കയോരിയും അവളെ മനസ്സിൽ ഇനി യുഎക്ക് മിസ് സാവടയെ പോലുള്ള ഗേൾസിനെ ആയിരിക്കോ ഇഷ്ടം എന്ന് ചിന്തിച്ച് ഡെസ്പാവുന്നുണ്ടാവും. പിറ്റേ ദിവസം സ്റ്റുഡൻസ് ക്യാമ്പിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവരെ സാധനങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. എന്നാൽ അക്കീര മാത്രമായിരിക്കും അവിടെ ഒരു കരടീൻ്റെ കാൽപാദം ശ്രദ്ധിക്കുന്നുണ്ടാവുക. അവൻ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് റിന്നും ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്യാൻ പോവാണ്, നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അക്കീരയും അവരെ കൂടെ പോകുന്നുണ്ടാവും. കൈഡിയും റിന്നും കൂണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കീരയാണെങ്കിൽ അവിടെ ഉള്ള ഒരു മരത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയും എന്തു പറ്റി എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉള്ള നഖത്തിൻ്റെ പാട് കണ്ടിട്ട് അതൊരു കരടിയുടേതാണ് എന്ന് മനസ്സിലാക്കിയ അടുത്ത സെക്കൻഡ് ആ കരടിയും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹീറോയും ടീമും അവിടുന്ന് ഓടുന്നുണ്ടാവും. എന്നാൽ ആ കരടിയും അവരെ ഫോളോ ചെയ്ത് ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് മറ്റ് സ്റ്റുഡൻസ് പാനിക് ആവുമ്പോൾ സാറും നിങ്ങൾക്കും കരടിക്കും ഇടയിൽ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചാൽ രക്ഷപ്പെടാ എന്ന് പറയുമ്പോൾ മിസ് സാവടയും ഒരു ഡെസ്ക് വെച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പയ്യന്മാരും അങ്ങോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ആ കരടി ലോക്കാവുന്ന സമയത്ത് അവരും ആ അവസരം മുതലെടുത്ത് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മിസ് സാവട താഴേക്ക് വീഴുമ്പോൾ ആ കരടിയും അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീറോ അവരെ രക്ഷിക്കുന്നുണ്ടാവും. എന്നിട്ട് അതൊരു കരടിയാണെന്ന് പോലും നോക്കാതെ എടുത്ത് മലത്തി അടിക്കുന്ന സമയത്ത് എല്ലാവരും അത് കണ്ട് ഷോക്കാവുന്നുണ്ടാവും. ടീച്ചർ ഹീറോൻ്റെ അടുത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ താങ്ക്സ്, ഇതിന് റിവാർഡായിട്ട് നീ എന്നെ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഹീറോ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. മറ്റു ടീച്ചേഴ്സാണെങ്കിൽ ഈ കരടീനെ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ കയോരി അങ്ങോട്ട് വന്നിട്ട് ഈ കരടിനെ നമ്മുടെ അക്കാഡമിക് ഫെസിലിറ്റി ഉപയോഗിച്ച് പരിപാലിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൈഡിയാണെങ്കിൽ പക്ഷെ ഇത് വീണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കയോരിയാണെങ്കിൽ അഥവാ ഇവൻ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അന്നത്തെ ദിവസം കരടി സൂപ്പായിരിക്കും എന്ന് പറയുമ്പോൾ ആ കരടിയും ജെർക്കാവുന്നുണ്ടാവും. അങ്ങനെ അവരുടെ സ്റ്റഡി ട്രിപ്പ് കഴിയുന്ന സമയത്ത് ഹീറോയും രാജാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അനദർ വേൾഡിലേക്ക് പോകുന്നുണ്ടാവും. അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ കണ്ടിട്ട് ഇത് ലക്ഷ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഹീറോയും നൈറ്റും ചേർന്ന് അവയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു മോൺസ്റ്റർ മാത്രം ടഫ് കൊടുക്കുമ്പോൾ ഹീറോയും അവൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു പവർഫുൾ ചുറ്റിക എടുത്ത് അതിനെ കൊല്ലുന്നുണ്ടാവും.
അത് കാരണം റിവാർഡായിട്ടൊരു മാസ്ക് ലഭിക്കുന്ന സമയത്ത് ഹീറോയും അത് ഇട്ട് നോക്കുമ്പോൾ മുകളിലിരിക്കുന്ന മുയലാണെങ്കിൽ ഞാൻ അവനെ കണ്ടെത്തി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ലെക്സി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോനെ കണ്ടിട്ട് നിന്റെ മാസ്ക് യുണീക്കായിട്ടുണ്ട്, കൊട്ടാരത്തിലേക്ക് പോകാൻ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അതെ എന്ന് പറയുന്ന സമയത്ത് അവളും രാജകീയ മര്യാദയിൽ നന്ദി പറയുമ്പോൾ നൈറ്റ് ആണെങ്കിൽ അവൾ അവിടുന്ന് തള്ളി മാറ്റുന്നുണ്ടാവും. നോക്കുമ്പോൾ അവരെ നേരെ ഒരു മരം വീഴാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയും അവൻ്റെ സ്വാഡ് ഉപയോഗിച്ച് അത് മുറിക്കുന്നുണ്ടാവും. സോൾജർ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും നിങ്ങൾ ലെക്സിയനെ സേഫായിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് നൈറ്റിൻ്റെ അടുത്ത് ഈ ട്രാപ്പ് സെറ്റ് ചെയ്ത ആൾ എവിടെയെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റും അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവും. അങ്ങനെ ഹീറോ വണ്ണ സ്കില്ല് യൂസ് ചെയ്ത് ആ അസാസിനെ അടിച്ചിടുന്ന സമയത്ത് അത് ലൂണയാണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ലെക്സിയും അങ്ങോട്ട് വന്നിട്ട് ഇത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഇതാണ് നിന്നെ കൊല്ലാൻ വന്ന അസാസിൻ, പിന്നെ ഇവളെ എനിക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. സോറി ലെക്സിയ, എനിക്കിന്ന് നിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരാൻ പറ്റൂല. ലൂണക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇവൾ ഒരിക്കലും ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എനിക്ക് അവസാനമായി അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ലെക്സിയും ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരും എന്ന് പറയുന്ന സമയത്ത് ആ സോൾജേഴ്സും അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹീറോ അവൻ്റെ ടെലിപ്പോർട്ടേഷൻ മാജിക് യൂസ് ചെയ്ത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.